ലോകത്ത് നടന്ന ഒരുപാട് അത്ഭുതകരമായ നന്മകൾ നടന്നത് മുഹറം 10-നാണ്. ലോകത്ത് ഒരുപാട് അത്ഭുതകരമായ നന്മകൾ ഇല്ല. അല്ലാഹു ആകാശത്തെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. അല്ലാഹു ഭൂമിയെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. അല്ലാഹു അർശിനെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിനെ പടച്ചത് മുഹറം 10-നാണ്. അല്ലാഹു മഴയെ സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ഭൂമിയിൽ ആദ്യമായി മഴ പെയ്തത് മുഹറം 10-നാണ്. സസ്യങ്ങൾ ആദ്യമായി മുളച്ചതും കൈക്കനികൾ ഉണ്ടായതും മുഹറം 10-നാണ്. സ്വർഗത്തെ പടച്ചത് മുഹറം 10-നാണ്. എന്തൊക്കെയാ ഉണ്ടായത്? സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചത് മുഹറം 10-നാണ്. ആദമിന്റെ തൗബ സ്വീകരിച്ചത് മുഹറം 10-നാണ്. എത്രയോ എന്ന് പറഞ്ഞാൽ എത്രയോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത് മുഹറം 10-നാണ്. വലിയ പ്രളയം ഉണ്ടായി, പ്രളയം അടങ്ങി മുഹറം 10-നാണ്. ചിന്തിക്കുക. ഇദ്രീസ് നബിക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയത് മുഹറം 10-നാണ്. ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. യാക്കൂബിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. കുറച്ചൊന്നുമല്ല അത്ഭുതം, കുറച്ചൊന്നുമല്ല, വല്ലാത്ത അത്ഭുതമാണ്. 40 കൊല്ലത്തോളം കാഴ്ച ശക്തി ഇല്ലായിരുന്നു മഹാനായ സയ്യിദുനാ യാക്കൂബ്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫൽഖൂഹു അലാ വജ്ഹി അബി യഗ്തി ബസീറാ. കാഴ്ച ശക്തി കിട്ടാൻ വേണ്ടി തന്റെ വസ്ത്രം കൊടുത്തയച്ചു സയ്യിദുനാ യൂസുഫ്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം 12 വർഷം ജയിലിൽ കിടന്ന് ജയിലിൽ നിന്ന് മോചിതനായത് മുഹറം 10-നാണ്. 16 ലക്ഷം ഇസ്രായേലികളെയും കൊണ്ട് മൂസ കടൽ കടന്നു പോയത് മുഹറം 10-നാണ്. 16 ലക്ഷം ഇസ്രായേലികൾ, 6 ലക്ഷം പട്ടാളത്തോടെ കൂടെ ഫിർഔൻ ചെങ്കടലിൽ ചത്തത് മുഹറം 10-നാണ്. ഫിർഔൻ ഒറ്റക്കല്ല, അത് വലിയ സംഭവമാണ്. എത്രയാണ് കൂടെ? 6 ലക്ഷം, 6 ലക്ഷം പട്ടാളക്കാർ. എല്ലാ മരുഭൂമികളിലും അവന്റെ ടെന്റ് അടിച്ചിരുന്നത്രേ, അവന്റെ പട്ടാളങ്ങൾക്ക് കൂടാൻ. എവിടെ നോക്കിയാലും മരുഭൂമിയായ മരുഭൂമി നിറച്ച് ആണി ഉണ്ടാവും. മനസ്സിലായില്ല? ആണി അടിച്ച് കയറ് കെട്ടി ടെന്റ് ഉണ്ടാക്കും. ആർക്ക് പാർക്കാൻ? പട്ടാളത്തിന്. അതുകൊണ്ട് ആണിക്കാരൻ ഫിർഔൻ. 6 ലക്ഷം, 6 ലക്ഷം പട്ടാളം കൂടെയുണ്ട്. മുഹറം 10 രാവിലെയാണ് മരിച്ചത്, ചത്തത് വെളുപ്പിന്. സമുദ്രം നാം പിളർത്തി തന്നത് ഓർമ്മയില്ലേ? ഫഅൻജൈനാകും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയത് ഓർമ്മയില്ലേ? وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. وأغرقنا آل فرعون, ഫറോവ പ്രവൃത്തികളെ ഒന്നടങ്കം നാം മുക്കിക്കൊന്നതും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കവേ 16 ലക്ഷം കടൽ കടന്ന് കയറിയപ്പോൾ ഹുങ്കാര ശബ്ദം കേട്ടു. അപ്പോൾ തിരിഞ്ഞു നോക്കി, അപ്പോൾ ഫറോവയും പട്ടാളക്കാരും ചാവുക. നിങ്ങൾ നോക്കി നിൽക്കവേ കടൽ കടന്ന് ഇവർ കയറിയപ്പോൾ ഹുങ്കാര ശബ്ദം കേട്ടു. ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി, നിങ്ങൾ നോക്കി നിൽക്കവേ അവർ ചത്തു എന്ന് മുഹറം 10 രാവിലെ. സൂറത്തുൽ ബഖറ 50-ാമത്തെ ആയത്ത്. സൂറത്തുൽ ബഖറ ആയത്ത് നമ്പർ 50. യൂനുസിനെ അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ജാഫ കടപ്പുറത്ത് രക്ഷപ്പെട്ടതെന്നാണ്. ടെൽ അവീവിലെ ജാഫ കടപ്പുറത്ത് തിമിംഗലം തുപ്പി.
ഇങ്ങനെ തുപ്പി. അവിടെ പിന്നീട് മുസ്ലിമീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി, മസ്ജിദ് യൂനുസ്. ഒരുപാട് കാലം ആ പള്ളിയിൽ ആരാധന നടന്നു. ഇപ്പോൾ ഇസ്രായേലി സർക്കാർ ആ പള്ളി അടച്ചിട്ടിട്ടുണ്ട്. ആ പള്ളിയുടെ പുറത്ത് ഞാൻ പോയിട്ടുണ്ട്, അകത്ത് ഞാൻ പലതവണ ആ പള്ളിയുടെ ഏരിയയിൽ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രായേലികൾ ആ പള്ളി ഇപ്പോൾ അടച്ചിട്ടു. പള്ളിയുടെ പേര് മസ്ജിദു യൂനുസ്. പള്ളിയിൽ നിന്ന് ഒരു 3 മീറ്റർ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. ആ കടൽ ഭിത്തിയിൽ വെള്ളം ഇങ്ങനെ അടിക്കും. അവിടെയാണ് യൂനുസിനെ മത്സ്യം തുപ്പിയത്. മനസ്സിലായില്ലേ? ആ സംഭവത്തിന്റെ സ്മരണാർത്ഥം അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയതാണ്. എന്ത്? മസ്ജിദു യൂനുസ്. അവിടെയാ തുപ്പിയത്. എപ്പോഴാ തുപ്പിയത്? മുഹറം 10. ചിന്തിക്ക്. അയ്യൂബ് നബിയുടെ രോഗം മാറിയത് മുഹറം 10-നാണ്. ഇന്ന് മുഹറം 10 അള്ളാഹു എനിക്ക് രോഗം മാറ്റി തന്നു എന്ന് സയ്യിദ്നാ അയ്യൂബ്. അതാണ് സംഭവം. ഭയങ്കര സംഭവം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായില്ലേ? അന്ന് മുഹറം 10 അയ്യൂബിന്റെ രോഗം മാറിയത് മുഹറം 10-നാണ് അലൈഹിസ്സലാം. കുപ്പായം മിസ്റിൽ നിന്ന് കുപ്പായം കൊടുത്തയച്ചു സയ്യിദ്നാ യൂസുഫ്. ഈ കുപ്പായം മുഖത്തിട്ടാൽ മതി, ബാപ്പാക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തിന് ബാപ്പാക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ട് 40 വർഷങ്ങൾ കഴിഞ്ഞു. ആ കുപ്പായം കൊണ്ട് മുഖത്തിട്ട് കാഴ്ചശക്തി അങ്ങോട്ട് കിട്ടി സയ്യിദ്നാ യാക്കൂബിന്. അതേ ദിവസമാണ് ഇതേ ദിവസമാണ് സയ്യിദ്നാ ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്ന് മുഹറം 10. അത്ഭുതങ്ങളിൽ കുറച്ചൊന്നുമല്ല. അതേ ദിവസമാണ് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ നിന്ന് മോചിതനായത്. 12 വർഷം ജയിലിലായിരുന്നു സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം. അതേ ദിവസമാണ് അവർ ഈസയെ പിടിച്ചിട്ടുമില്ല, ഈസയെ കൊന്നിട്ടുമില്ല, ഈസയെ കുരിശിൽ തറച്ചിട്ടുമില്ല. അല്ലാഹു പ്രത്യേകമായ ലോകത്തെ ഉയർത്തി. ആരെ? ഈസയെ. എപ്പോൾ ഉയർത്തി? മുഹറം 10. അതും അന്നാണ്. കുറച്ചൊന്നുമല്ല, അത്ഭുതങ്ങൾ ഇത്രയൊന്നുമല്ല. ഞാൻ ഓർമ്മയെന്നെടുത്ത് പറഞ്ഞതാണ്. ഇത്രയൊന്നുമല്ല. ലോകത്ത് അത്ഭുതങ്ങൾ നടന്നതിന് കയ്യും കണക്കൂല്ല. കഴിഞ്ഞു പോയ ജനതകൾക്കെല്ലാം മുഹറം 10 നോമ്പ് നോൽക്കൽ നിർബന്ധമായിരുന്നു. നിർബന്ധം. ചിന്തിക്ക്. എല്ലാ ആളുകളും ആ ദിവസം നോമ്പ് നോൽക്കും. മുഹറം 1 മുതൽ 10 വരെ പ്രത്യേകമായ ആരാധനയിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. മുഹറം 10-നാണ്. അതേ ദിവസമാണ് അന്ത്യനാൾ സംഭവിക്കുക. ഒരു മുഹറം 10 ഖിയാമത്ത് നാളുണ്ടാവും. ഒരു മുഹറം 10 ഖിയാമത്ത് നാളായിരിക്കും. അന്ന് വെള്ളിയാഴ്ചയാവും. ഒരു മുഹറം 10 വെള്ളിയാഴ്ചയാവും. മുഹറം 10 ആയിരിക്കും. അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും. അങ്ങനെ ഉണ്ടായാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നല്ല. ഒരു ഖിയാമത്ത് നാളിന്റെ കൊല്ലം അങ്ങനെയാണ്. ഖിയാമത്ത് നാളിന്റെ വർഷം അന്ന് ഖിയാമത്ത് നാളായിരിക്കും. അന്ന് വെള്ളിയാഴ്ച ആയിരിക്കും. അന്ന് മുഹറം 10 ആയിരിക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഈ ദിവസം. ലോകത്ത് ഒരുപാട് നന്മകൾ നടന്നിട്ടുള്ള ദിവസമാണിത്. കുറച്ചൊന്നുമല്ല, എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങൾ. റിസ്ഖിനെ അള്ളാഹു പടച്ചു, സസ്യങ്ങളെ അള്ളാഹു മുളപ്പിച്ചു, ഭൂമിയിലേക്ക് മഴ പെയ്തു, അർശിനെ പടച്ചു, കുർസിനെ പടച്ചു. ചിന്തിക്കുക. അള്ളാഹു മിഖ്ദാറുകളെ കണക്കാക്കി ഒരുപാട് അത്ഭുതങ്ങൾ. ആകാശത്തിന്റെ പണി ആരംഭിച്ചു, ഭൂമിയുടെ പണി ആരംഭിച്ചു. ഇതെല്ലാം മുഹറം 10-നാണ്. മുഹറം 10 എന്നാൽ വല്ലാത്തൊരു സംഗതിയാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ തൗബ സ്വീകരിച്ചു.
അലൈഹിസ്സലാം. ഇത്രയൊന്നുമല്ല എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ ലോകത്ത് ഈ ദിവസം ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാകാനുമുണ്ട്. അതുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിക്കണം. മുഹറം 10 ഒരാൾ തന്റെ കുടുംബത്തിന് ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത ചെയ്യും എന്ന് പുണ്യ റസൂൽ. അതായത് മുഹറം 10 കുടുംബത്തെ സന്തോഷിപ്പിക്കുക, വിശാലത ചെയ്യുക. കുട്ടികളോട് ചോദിക്കാം ഇന്ന് എന്ത് ഭക്ഷണം വേണ്ടത്, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അവർ പറഞ്ഞ നല്ല കാര്യങ്ങളെ ചെയ്യുക, അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. ഭാര്യ, മക്കൾ, ബാപ്പ, ഉമ്മ, കുടുംബം, ബന്ധപ്പെട്ടവർ, നിഅമത്തുള്ള ആളുകൾ നിഅമത്ത് ഉപയോഗപ്പെടുത്തുക. കഴിയുമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. സാധുക്കളായ ആളുകൾക്ക് സദഖ ചെയ്യുക. മനസ്സിലായില്ലേ? പാവപ്പെട്ട ആളുകൾക്ക് സദഖ ചെയ്യുക. ഒരാടിനറുത്ത് അയൽ വീട്ടിലേക്ക് കൊടുത്തയക്കുക. ഇതൊക്കെ നല്ല കാര്യമാണ്. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. ഒരു മാന്യം വന്നിട്ടും അവർക്കൊന്നും സംഭവിക്കാത്തതും എനിക്കറിയാം. ഒരു കച്ചവടക്കാരനെ എനിക്കറിയാം, എല്ലാ മുഹറം 10 അയാൾ നല്ല ഇറച്ചിയുള്ള 2 ആടിനെ വാങ്ങി അറക്കും. എന്നിട്ട് അയാൾ പരിസര വീടുകൾക്കും കുടുംബത്തിനും കൊടുക്കും. വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കും. അത് പതിവാണ്. ഒരു 10-12 വർഷമായി ഇയാൾ ചെയ്യുന്നത് എനിക്കറിയാം. അയാൾ ആ നാട്ടിൽ നിഅമത്തുള്ള ഒരാളുമാണ്. ദുന്യവിയും ഉഖ്റവിയുമായ നിഅമത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം മുഅ്മിനീങ്ങൾ സന്തോഷിച്ച ദിവസമാണ്. 16 ലക്ഷം ഇസ്രായേലികൾക്ക് സന്തോഷം ഉണ്ടായല്ലോ. അവരെന്ത് ആയപ്പോ? കടൽ കടന്നപ്പോ. അയ്യൂബിന് സന്തോഷം ഉണ്ടായല്ലോ. യൂനുസിന് സന്തോഷം ഉണ്ടായല്ലോ അലൈഹിസ്സലാം. യൂസുഫ് ജയിൽ മോചിതനായപ്പോ സന്തോഷം ഉണ്ടായി. യാക്കൂബിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ടായി. ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിൽ രക്ഷപ്പെട്ടപ്പോൾ സന്തോഷം ഉണ്ടായി. ശത്രുക്കളിൽ നിന്ന് ഈസ രക്ഷപ്പെട്ടപ്പോൾ സന്തോഷമുണ്ടായി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ സ്വീകരിച്ചപ്പോൾ സന്തോഷം ഉണ്ടായി. നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരം കണ്ടപ്പോൾ സന്തോഷം ഉണ്ടായി. ഇങ്ങനെ അപ്പോൾ കഴിഞ്ഞു പോയ അമ്പിയാക്കളെല്ലാം സന്തോഷിച്ച ദിവസമായതുകൊണ്ട് അവന്റെ കുടുംബത്തെ ആ ദിവസം സന്തോഷിപ്പിക്കണം. അയൽവാസികൾ, ബന്ധുക്കളെ സന്തോഷിപ്പിച്ചാൽ വളരെ നല്ലത്. ഇന്ന് നിഅമത്തുള്ള എത്ര ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ. എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. എന്താ ഒരു ആടിനെയൊക്കെ വാങ്ങിയിട്ട് അറുത്ത് പരിസരത്തെ ആളുകൾക്ക് കൊടുത്ത എത്ര നല്ല കാര്യം. ചെയ്യുന്ന ആളുകളിൽ നിഅമത്തുണ്ട്. ഈ നിഅമത്ത് ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത് ഉപയോഗപ്പെടുത്തണം. വിശാലത ചെയ്ത് ഒരു കുടുംബത്തിനെ കണക്കാക്കി അവർക്ക് അന്നൊരു ആട്ടുമാംസവും ഒരു നല്ല ഭക്ഷണവും ഉണ്ടാകണം. അന്ന് നോമ്പ് തുറക്കാനുള്ള കറി ഇന്റെ വകയാകണം എന്ന് ചെയ്ത് അവരത് ചെയ്ത് നോക്കുക. നിഅമത്തുള്ളവര് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിഅമത്തുള്ളവർ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരാടിനെ വാങ്ങാൻ 2 ആടിനെ വാങ്ങാൻ എത്രയോ പൈസ. അതൊക്കെ കുറഞ്ഞ പൈസയല്ല. ഇന്നത്തെ കാലത്ത് അതൊന്നും മനുഷ്യന് വിഷയമല്ലല്ലോ. ചെയ്യാൻ കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആടിനറക്കൽ ഒരു ഉദാഹരണം. സാധുക്കളെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക് അതിരാവിലെ പൈസ കവറിലാക്കി കൊണ്ടുപോയി കൊടുക്കുക. കാരണം ലോകത്ത് അമ്പിയാക്കളെല്ലാം ആ ദിവസം സന്തോഷിച്ചു. അപ്പോൾ അള്ളാന്റെ അടിമകളെ ആ ദിവസം നമ്മൾ സന്തോഷിപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കാണ്. ഇങ്ങോട്ട് നോക്ക്. ഇനി സക്കാത്ത് കൊടുക്കാനുള്ള ആള് തന്നെയാണ്. സക്കാത്ത് കൊടുക്കാണ്. പക്ഷെ അത് മുഹറം 10 രാവിലെ കൊടുത്തു. അവനിത് നിർബന്ധ ബാധ്യതയാണെങ്കിലും കിട്ടുന്നവന് സന്തോഷാണല്ലോ. അള്ളാഹുവിന്റെ അടിമകളെ ആ ദിവസം സന്തോഷിപ്പിച്ചാൽ ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രികളാണ്. അതുകൊണ്ട് യാസീൻ ഓതി ദുആ ചെയ്യണം. നേരം വൈകുമോ? യാസീൻ ഓതി ദുആ ചെയ്യണം. ഇതൊരു പ്രധാനപ്പെട്ട സമയമാണ്. ഈ കൊല്ലം മുഴുവനും അള്ളാഹിന്റെ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ട് പിരിയാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ